Hi friends and children, once again welcome back to Home Tutor. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ടീച്ചർ നീപ നിപിൻ. 8th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 1 ഹൗ വെൻ ആൻഡ് വെയർ നമ്മൾ 2 പാർട്സ് ഓൾറെഡി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഹൗ ഡു വി പീരിയഡൈസ് ആൻഡ് വാട്ട് ഇസ് കൊളോണിയൽ. ഈ 2 ടോപ്പിക്കുകളാണ്. ഇമ്പോർട്ടൻസ് പീരിയഡൈസേഷൻ്റെ, പിന്നെ കൊളോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൊളോണിയൽ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. How do we periodize? In 1817, James Mill, a Scottish economist and political philosopher, published a massive 3-volume work, A History of British India. And thus he divided Indian history into 3 periods: Hindu, Muslim, and British. This periodization came to be widely accepted. Can you think of any problem with this way of looking at Indian history? So James Mill, അദ്ദേഹം ഒരു സ്കോട്ടിഷ് എക്കോണമിസ്റ്റ് ആയിരുന്നു, കൂടാതെ പൊളിറ്റിക്കൽ ഫിലോസഫറുമായിരുന്നു. എക്കോണമിസ്റ്റ് എന്നാൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനെന്നും പൊളിറ്റിക്കൽ ഫിലോസഫർ എന്നാൽ രാഷ്ട്രീയ തത്വചിന്തകൻ എന്നുമാണ് അർത്ഥം. അദ്ദേഹം 1817 3 വലിയ ബുക്കിലായിട്ട് ഇന്ത്യയുടെ ഹിസ്റ്ററി പബ്ലിഷ് ചെയ്തു. ഈ ഒരു ഹ്യൂജ് വർക്കിന്റെ പേരാണ് എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഈ ഒരു ബുക്കിൽ അദ്ദേഹം ഇന്ത്യൻ ഹിസ്റ്ററിയെ 3 ഡിവൈഡ് ചെയ്തു: ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ് എന്ന്. കൂടാതെ ഈ തരത്തിലുള്ള ഡിവിഷൻ പിൽക്കാലത്ത് വളരെയധികം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ ഹിന്ദു, മുസ്ലിം പിന്നെ ബ്രിട്ടീഷ് എന്ന രീതിയിൽ പീരിയഡൈസ് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമോ പാകപ്പിഴയോ ഉണ്ടോ എന്ന് ആണ് ഇവിടെ മെയിനായിട്ട് ചോദിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററിനെ ഒരിക്കലും നമ്മുടെ ഒരു ഇന്ത്യൻ ഹിസ്റ്റോറിയൻ എഴുതുമ്പോൾ ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് അവർക്ക് ആ ഒരു ഹിസ്റ്ററിനെ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്. Why do we try and divide history into different periods? We do so in an attempt to capture the characteristics of a time, its central features as they appear to us. So the terms through which we periodize, that is, demarcate the difference between periods, become important. They reflect our ideas about the past. They show how we see the significance of the change from one period to the next. എന്തിനു വേണ്ടിയാണ് ഹിസ്റ്ററിയെ വിവിധ രീതിയിൽ പീരിയഡൈസ് ചെയ്യുന്നത്? ഓരോ കാലഘട്ടത്തെയും വിവിധ പീരിയഡ്സ് ആക്കുന്നത് വഴി അവയുടെ സവിശേഷത കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ കഴിയും. അപ്പോൾ ഓരോ പീരിയഡ്സിനെ വേർതിരിക്കുന്നത് വഴി ഹിസ്റ്ററി മനസ്സിലാക്കാനും പഠിക്കാനും ഈസി ആകുകയും ചെയ്യും. ഇവിടെ ക്യാപ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് പിടിച്ചെടുക്കുക എന്നാണ്. സോ പീരിയഡൈസേഷൻ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായി ഹിസ്റ്ററിയിൽ പിന്നെ മാറി. അതിര് തിരിക്കുന്നതിനാണ് നമ്മൾ ഡിമാർക്കേറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലത്തെ ചിന്തിപ്പിക്കുന്നതാണ് പീരിയഡൈസേഷൻ എന്ന അതിർവരമ്പ്. ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ട് എന്ന് കാണിക്കുവാൻ പ്രത്യേകിച്ച് നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ് പീരിയഡൈസേഷൻ ഡിമാർക്കേറ്റ് ചെയ്യുന്നത് വഴി. ഒരു പീരിയഡിൽ നിന്ന് മറ്റൊരു പീരിയഡിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൻ്റെ പ്രാധാന്യത, ഇവയൊക്കെ മനസ്സിലാക്കി തരുന്നതാണ് ഈ പറഞ്ഞ ഡിമാർക്കേഷൻ എന്ന് പറയുന്നത്. Mill thought that all Asian societies were at a lower level of civilization than Europe. According to his telling of history, before the British came to India, Hindu and Muslim despots ruled the country. Religious intolerance, caste taboos, and superstitious practices dominated social life. British rule, Mill felt, could civilize India. To do this, it was necessary to introduce European manners, arts, institutions, and laws in India. Mill, in fact, suggested that the British should conquer all the territories in India to ensure the enlightenment and happiness of the Indian people. For India was not capable of progress without British help. മിൽ വിചാരിച്ചിരുന്നത് ഏഷ്യൻ സമൂഹത്തിന്റെ സംസ്കാരം അല്ലെങ്കിൽ പരിഷ്കാരം,
സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്മെന്റ്സിനെയാണ് അല്ലെങ്കിൽ മോഡേണൈസേഷനെയാണ് നമ്മൾ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരിഷ്കാരമെല്ലാം യൂറോപ്യൻസിനെക്കാളിലും വളരെ താഴെ തട്ടിലാണെന്നാണ്. അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ ഹിസ്റ്ററി, എന്നാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് ഹിന്ദു മുസ്ലിം സ്വേച്ഛാധിപതികൾ ഭരിക്കുന്ന ഒരു രാജ്യം ആണെന്നാണ്. ഡെസ്പോട്ടിക് എന്നാൽ ഒരു ഏകാധിപതിയായ രാജാവ് അദ്ദേഹത്തിന്റെ രാജ്യം വളരെ ക്രൂരതയോടുകൂടി ഭരിക്കുന്നതിനാണ് നമ്മൾ ഡെസ്പോട്ടിസം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് റിലീജിയസ് ഇൻടോളറൻസ്, അതായത് മതപരമായ അസഹിഷ്ണുത, കാസ്റ്റ് ടാബൂസ്, അതായത് അൺടച്ചബിലിറ്റി, റേസിസം, അതിനെയൊക്കെ നമുക്ക് കാസ്റ്റ് ടാബൂസ് എന്ന് പറയാം. പിന്നെ സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം, ഇവയൊക്കെ മുന്തി നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സൊസൈറ്റി. സോ ജെയിംസ് മിൽ വിചാരിച്ചിരുന്നത് ബ്രിട്ടീഷ് ഭരണം ഒന്നുകൊണ്ട് മാത്രമേ ഇന്ത്യയെ സംസ്കാരമുള്ളവരാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. അങ്ങനെ സംസ്കാരമുള്ളവരാക്കണമെങ്കിൽ ഇന്ത്യയിൽ യൂറോപ്യൻസിന്റെ മര്യാദകൾ, മാനേഴ്സ്, പിന്നെ കലകൾ, ആർട്സ്, നിയമവ്യവസ്ഥകൾ, ലോ ആൻഡ് ഓർഡേഴ്സ്, സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവയെല്ലാം കൊണ്ടുവരണം. യഥാർത്ഥത്തിൽ മില്ലിന്റെ ആഗ്രഹം ഇന്ത്യൻ ടെറിട്ടറീസ്, അതായത് ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ എല്ലാം ബ്രിട്ടീഷേഴ്സ് പിടിച്ചടക്കി അതുവഴി സന്തോഷവും അറിവും, എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനോദയം, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ബുദ്ധായ്ക്ക് എൻലൈറ്റൻമെന്റ് ഉണ്ടായി എന്നൊക്കെ പറയാറുണ്ട്. സോ എൻലൈറ്റഡ് ആകും, അതുവഴി ജ്ഞാനം ഉണ്ടാക്കി എടുക്കാൻ കഴിയും എന്നൊക്കെയായിരുന്നു. അങ്ങനെ ഇന്ത്യൻ പ്രദേശം പിടിച്ചടക്കി ഭരിച്ചില്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ഡെവലപ്മെന്റ്സും ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നാണ് മിൽ പറയുന്നത്. സോ ബ്രിട്ടീഷ് ഹെൽപ്പ് ഇന്ത്യയിൽ വന്നേ തീരൂ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടിയേ തീരൂ, ബ്രിട്ടീഷേഴ്സ് ഭരിച്ചേ തീരൂ എന്നാണ് മില്ലിന്റെ വാദം. In this idea of history, British rule represented all the forces of progress and civilization. The period before British rule was one of darkness. Can such a conception be accepted today? ജെയിംസ് മില്ലിനെ പോലെയുള്ളവർ പറഞ്ഞ ഹിസ്റ്ററിയിൽ എല്ലാ തരത്തിലുമുള്ള ഉന്നമനങ്ങളുടെയും സാംസ്കാരികതയുടെയും പ്രതീകമെന്നാൽ ബ്രിട്ടീഷ് ഭരണമാണ്. വേറൊരു കാര്യം കൂടി കൂടിച്ചേർക്കാനുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ വരുന്നതിന് മുൻപുള്ള കാലഘട്ടം ഇരുട്ട് നിറഞ്ഞതായിരുന്നു എന്നാണ് മില്ലിനെ പോലെയുള്ള ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എഴുതിയ ഹിസ്റ്ററിയിൽ പരാമർശിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഇന്ത്യൻ ഹിസ്റ്ററിയെ ഈ ഒരു കാലഘട്ടത്തിൽ മില്ല് പറഞ്ഞ രീതിയിൽ കാണാൻ നമുക്ക് കഴിയുമോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. In any case, can we refer to any period of history as Hindu or Muslim? Did not a variety of faiths exist simultaneously in these periods? Why should we characterize an age only through the religion of the rulers of the time? To do so is to suggest that the lives and practices of the others do not really matter. We should also remember that even rulers in ancient India did not all share the same faith. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പീരിയഡ്സിനെ ഹിന്ദു മുസ്ലിം ആയി തരംതിരിക്കാൻ നമുക്ക് കഴിയില്ല. അക്കാലത്ത് വിവിധ തരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഒരു രാജാവ് ഭരിക്കുന്ന കാലത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം ഏതാണോ അതിന് മുൻഗണന കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പീരിയഡൈസേഷൻ ചെയ്യുന്നത് വഴി അന്ന് നിലനിന്നിരുന്ന മറ്റ് എല്ലാ വിശ്വാസങ്ങൾക്കും മതങ്ങൾക്കും ഒരു വിലയും ഇല്ലാതാകുന്ന രീതിയാണ് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞ ഹിസ്റ്ററിയിലുള്ളത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആയിരക്കണക്കിന് വിശ്വാസങ്ങളും മതങ്ങളും കാലകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ഭൂപ്രദേശത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അതായത് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് പീരിയഡ്സിനെ മതത്തിന്റെ പേരിലോ വിശ്വാസത്തിന്റെ പേരിലോ ഡിവൈഡ് ചെയ്തിരുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ലായിരുന്നു. Moving away from British classification, historians have usually divided Indian history into ancient, medieval, and modern. This division too has its problems. It is a periodization that is borrowed from the West, where the modern period was associated with the growth of all the forces of modernity: science, reason, democracy, liberty,
and equality. Medieval was a term used to describe a society where these features of modern society did not exist. Can we uncritically accept this characterization of the modern period to describe the period of our study? As you will see in this book, under British rule, people did not have equality, freedom, or liberty, nor was the period one of economic growth and progress. Many historians therefore refer to this period as colonial. ഇനി ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിന്റെ രീതിയിലേക്ക് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് പീരിയഡ്സിനെ ആൻഷ്യൻ, മിഡീവിയൽ പിന്നെ മോഡേൺ എന്നുമാണ് തരംതിരിച്ചിരുന്നത്. എന്നാൽ ഇവയ്ക്കും ചില ന്യൂനതകൾ ഉണ്ടായിരുന്നു. ഈ ഒരു രീതിയിലുള്ള ഡിവിഷൻ നമ്മൾ പാശ്ചാത്യരുടെ കയ്യിൽ നിന്നും കടം എടുത്തതാണ്. വെസ്റ്റേൺസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി അമേരിക്കൻസിനെയും ബ്രിട്ടീഷുകാരെയാണ്. അവരെയാണ് നമ്മൾ പാശ്ചാത്യർ എന്ന് പറയുന്നത്. അവിടെ ഇന്ത്യക്കാർക്ക് മുൻപ് തന്നെ മോഡേൺ പീരിയഡ് എൻജോയ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് ഉള്ളത്, അതായത് വെസ്റ്റേൺകാർക്ക്. എല്ലാ തരത്തിലുമുള്ള ഡെവലപ്മെന്റ്സും അവിടെ ഉണ്ടായിരുന്നു, ലൈക്ക് സയൻസ്, ഡെമോക്രസി, ലിബർട്ടി, ഇക്വാലിറ്റി എക്സെട്ര. അവരുടെ മിഡീവിയലിൽ ഈ തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ്സും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് മിഡീവിയൽ പീരീഡിൽ തന്നെ ഈ ഒരു മോഡേണിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു മോഡേൺ കോൺസെപ്റ്റ്സിന്റെ പ്രതീകമായ മേൽപ്പറഞ്ഞ സയൻസും പിന്നെ ടെക്നോളജി, ഡെമോക്രസി ഇവയെല്ലാം വെച്ചാണ് നമ്മുടെ ഹിസ്റ്ററി എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയെ ഡീറ്റെയിൽ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ? ബ്രിട്ടീഷ് റൂളിന്റെ കീഴിൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമോ, അതായത് ഫ്രീഡം, ദെൻ ഇക്വാളിറ്റി, തുല്യതയോ ഒന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ് നമ്മൾ മോഡേൺ എന്ന് വിളിച്ച് പീരിയഡൈസ് ചെയ്യാൻ പറ്റുന്നത്? മോഡേണിറ്റിയുടെ പ്രധാന ഘടകം ആയ എക്കോണമിക് ഗ്രോത്ത് പോലും ഇല്ലാത്ത ഈ ഒരു പീരിയഡിനെ ഹിസ്റ്റോറിയൻസ് മോഡേൺ എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ താല്പര്യം കൊളോണിയൽ എന്ന് വിശേഷിപ്പിക്കുന്നതായിരുന്നു. What is colonial? In this book you will read about the way the British came to conquer the country and establish their rule, subjugating local Nawabs and Rajas. You will see how they established control over the economy and society, collected revenue to meet all their expenses, bought the goods they wanted at low prices, produced crops they needed for export, and you will understand the changes that came about as a consequence. You will also come to know about the changes British rule brought about in values and tastes, custom and practices. When the subjugation of one country by another leads to these kinds of political, economic, social and cultural changes, we refer to the process as colonization. You will, however, find that all classes and groups did not experience these changes in the same way. That is why the book is called Our Past in the plural. ഈ ഒരു ബുക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യ പിടിച്ചടക്കിയത്, ഭരിച്ചത്, ലോക്കൽ നവാബ്സിനെയും രാജാസിനെയും ഏതൊക്കെ രീതിയിലാണ് അവരുടെ വരുതിയിലാക്കിയത്, ഇതൊക്കെയാണ്. സൊസൈറ്റിയെയും നമ്മുടെ എക്കോണമിയെയും എങ്ങനെ കൺട്രോൾ ചെയ്തു, ചിലവുകൾ നേരിടാൻ ടാക്സ് ഒക്കെ എങ്ങനെ പിരിച്ചു, റവന്യൂ എന്തായിരുന്നു അവരുടേത്, അവർക്ക് വേണ്ട സാധനങ്ങൾ ചീപ്പായി എങ്ങനെ ഇന്ത്യൻസിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു, അവർക്ക് വേണ്ടി ക്രോപ്സ് എങ്ങനെ ഉണ്ടാക്കി കൾട്ടിവേറ്റ് ചെയ്തെടുത്തു, എക്സ്പോർട്ടൊക്കെ എന്തൊക്കെയാണ് അവർ ചെയ്തത്. അങ്ങനെ ഇവയെല്ലാം ബ്രിട്ടീഷേഴ്സിന്റെ ആവശ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി മാറ്റിയെടുത്തപ്പോൾ ഇന്ത്യൻസ് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു, ഇവയെല്ലാം ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും. സോ എന്തൊക്കെ കോൺസിക്വൻസ് ആണ് ബ്രിട്ടീഷേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ വഴി ഇന്ത്യയിൽ പിന്നെ ഉണ്ടായത്, ഇവയൊക്കെ ആയിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കാൻ പോകുന്നത്. ഇത് കൂടാതെ വെസ്റ്റേൺ കൾച്ചർ, കസ്റ്റംസ്, പ്രാക്ടീസ് ഇവയെല്ലാം ഇന്ത്യക്കാരുമായിട്ട് കൈമാറിയപ്പോൾ നമുക്ക് പറയാൻ കഴിയും ആ ഒരു രാജ്യം, അതായത് ഇന്ത്യ മറ്റൊരു രാജ്യത്തിന് കീഴിൽ കോളനി ആയി എന്നുള്ള കാര്യം. മറ്റൊരു രാജ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ കീഴിൽ ഒരു കോളനിയായി മാറി. ചൂഷണം ചെയ്യപ്പെടുന്ന രാജ്യത്തെയാണ് നമ്മൾ കോളനി എന്ന് വിളിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് കോളനൈസേഷൻ എന്നും വിളിക്കാം. സോ ഇന്ത്യയിൽ ഒത്തിരി ചേഞ്ചസ്
ബ്രിട്ടീഷേഴ്സ് എത്തിയതിനു ശേഷം ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷേഴ്സ് മാത്രമല്ല എത്തിയിരിക്കുന്നത്, മറ്റ് പല രാജ്യങ്ങളും ഇന്ത്യയിൽ എത്തി പല പല സ്റ്റേറ്റ്സിനെയും അവരുടെ കീഴിൽ വെച്ച് ഭരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ബ്രിട്ടീഷേഴ്സിനെയാണ്. സോ അവർ വന്നതിന് ശേഷം ഒത്തിരി ചേഞ്ചസ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാകുകയും എന്നാൽ എല്ലാ ക്ലാസ്സസിനും ഒരേപോലെയല്ല ഒരു ചേഞ്ച് ഉണ്ടായത്. നമ്മുടെ ഇവിടെ ലോവർ, മിഡിൽ, ഹൈ ക്ലാസ്, അങ്ങനെ ബ്രാഹ്മിൻസ്, സ്ലേവ്സ്, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ജീവിക്കുന്ന ഒരു രാജ്യമാണ്. പല പല റിലീജിയനിലുള്ള ആൾക്കാർ. സോ പല പല ക്ലാസ്സസിനും പല പല ഗ്രൂപ്പുകൾക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കോളനൈസേഷൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബുക്കിൻ്റെ പേര് തന്നെ അവർ പാസ്റ്റ് ഇൻ ദ പ്ലൂറൽ എന്നുള്ളൊരു പേരിൽ വിളിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ് ആൻഡ് ചിൽഡ്രൻസ്, അപ്പം നമ്മുടെ ഈ ഒരു സെഷനും ഇവിടെ കഴിയുകയാണ്. ഇത് നമ്മുടെ പാർട്ട് 3 ആണ്. സോ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഓഫ് ഹൗ, വെൻ ആൻഡ് വെയർ എന്ന് പറയുന്ന 8th സ്റ്റാൻഡേർഡിൽ ഈ ഒരു ചാപ്റ്റർ 1ൻ്റെ മറ്റ് ടോപ്പിക്സ് ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ടോപ്പിക്സ് എല്ലാം വാച്ച് ചെയ്തിട്ടേ പാർട്ട് 3 വാച്ച് ചെയ്യാൻ പറ്റാവുള്ളൂ. സോ കണ്ടിന്യൂസ് വീഡിയോ സെഷൻസ് കാണുക. അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങും. നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസ് എല്ലാം കാണണം. എന്തായാലും കമൻസ് എല്ലാം അറിയിക്കണം, നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളെല്ലാം. So thank you very much, and the continuation of this chapter will be on next video, that is how do we know. ഈ ഒരു ടോപ്പിക് കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തന്നെ കഴിയുകയാണ്. So definitely watch, like, share and subscribe. Thank you.